ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ഡി ബി വെച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഏരിയയിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട ബാക്കിൽ കിച്ചണാണ് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ സാധാരണ രീതിയിൽ ഇപ്പോൾ പലരും നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് ഒരു RCB ട്രിപ്പിംഗ് ഒരു പ്രശ്നം വരാറുണ്ട്. ചില സമയങ്ങളിലാണ്, എപ്പോഴും വരാറില്ല. വില കമ്മിയുള്ള മോട്ടറൊക്കെ എടുക്കുമ്പോൾ ആ ടൈപ്പ് വരുന്നു. നല്ല കമ്പനി മോട്ടറൊക്കെ ആണെങ്കിൽ RCB ട്രിപ്പിംഗ് അങ്ങനെ അധികം വരാറില്ല കേട്ടോ. നമുക്കൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിന് ഡയറക്റ്റ് RCBൻ്റെ ഔട്ട് എടുത്തിട്ട് പുറത്ത് സെപ്പറേറ്റ് MCB വെച്ചിട്ടാണ് ഇത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു അപകടം വിളിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കും. പക്ഷേ അവിടെ കറണ്ട് ചിലപ്പോൾ RCB ട്രിപ്പ് ഓഫ് ആയി കഴിഞ്ഞാലും അവിടെ കറണ്ട് ലൈവായി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ അധികം ചെയ്യാറില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം വീട്ടിലത്തെ ട്രിപ്പിംഗ് സംഭവിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിൽ സെപ്പറേറ്റ് DB വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 3 മോട്ടറാണ് വരുന്നത് കേട്ടോ. 3 മോട്ടർ, 2 സബ്മർസിബിളും ഒരു സാധാ മോട്ടറാണ് വരുന്നത്. ഒരു മോട്ടർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓട്ടോമേഷൻ ആയിട്ട് ഫുള്ള് ഗാർഡൻ നനയ്ക്കുന്നുണ്ട് സ്പ്രിംഗ്ലർ വെച്ചിട്ട്. ഈ കാണുന്ന ഇതിലൊക്കെ പൈപ്പ് നമ്മൾ ഇട്ടേക്കൂട്ടോ. അവിടെ പൈപ്പ് അത് നിർത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് സ്പ്രിംഗ്ലറാണ് വരിക. അപ്പോൾ സ്പ്രിംഗ്ലറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു മോട്ടർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കിണർ, ഒരു ബോർവെല്ലും 2 സബ്മർസിബിളാണ് വരുന്നത്. ഈ സിൻഡെക്സ് ബോക്സിലാണ് ആ വയർ കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ DB വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രിപ്പിംഗ് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് വീടിൻ്റെ ഉള്ളിലത്തെ മൊത്തം കറണ്ട് ഓഫ് ആവില്ല, അവിടെ മാത്രമേ നമുക്ക് ഓഫ് ആവുള്ളൂ ചില സമയങ്ങളിൽ ട്രിപ്പ് ആകുമ്പോൾ. അപ്പോൾ അതിനാണ് നമ്മളവിടെ DB വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാം. അതെങ്ങനെ ചെയ്തെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ യൂട്യൂബ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലാണ് ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസൊക്കെ കയറി വരാം കേട്ടോ.